ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്റർ ദ മിഡീവൽ സ്റ്റേറ്റ്, മധ്യകാല രാഷ്ട്രം. അപ്പോൾ ഇവിടെ നമ്മൾ സുൽത്താനേറ്റ് ഭരണം, അതേപോലെ തന്നെ മുഗൾ ഭരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോണത്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ വളരെയധികം വിശദമായിട്ട് നമ്മൾ കോമൺ ചാപ്റ്റേഴ്സിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ഷോർട്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, എല്ലാം കൂടെ കുറച്ചായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ മുഹമ്മദ് ഘോറിയുടെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വരാമെന്ന് പറയണത് ഇപ്പോൾ മിഡീവൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മധ്യകാല രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആ മധ്യകാലത്തിൽ പഠിച്ച എല്ലാ ഇതും സുൽത്താനേറ്റ് ഭരണം, മുഗൾ ഭരണം, ഘോറിയുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ചാപ്റ്റർ തന്ന സ്ഥിതിക്ക് ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം നമുക്ക് നോക്കാനുള്ളത് ബാൽബൻ ഖൽജി, ആ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാൽബൻ ഡൽഹിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ മംഗോളിയരുടെ ഒരു ഭീഷണിയാണ് നിലനിന്നുകൊണ്ടിരുന്നത്. ബയാസ് നദി ബംഗോളിയൻ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാൽബൻ എന്താ വെച്ചാൽ അവിടെ ഒരു സേനയെ വിന്യസിപ്പിച്ച് നിർത്തി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ദൂരെയൊന്നും പോവാതെ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാവാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ബാൽബൻ എന്ത് ചെയ്തു, ഡൽഹിയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. അതേസമയം മംഗോളിയരുടെ നേതാവായിട്ടുള്ള ഫുലാക്കുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഫുലാക്കുവിൻ്റെ പ്രതിനിധി സംഘത്തെ ബാൽബൻ വളരെ ഹൃദ്യമായി സ്വീകരിച്ചു. ഇതൊക്കെ നടക്കുമ്പോഴും എന്താണ്, വാർഷിക, അതായത് എല്ലാ വർഷത്തിലും അദ്ദേഹം നടത്താറുള്ള സൈനിക പര്യടനങ്ങൾ അദ്ദേഹം നടത്താതിരിക്കുന്നതുമില്ല. 1286 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം തുർക്കി സുൽത്താനേറ്റ് അധികം നിലനിന്നില്ല എന്നാണ് പറയണത്. മംഗോളിയരുമായുള്ളൊരു യുദ്ധത്തിൽ ബാൽബൻ്റെ മകൻ പ്രിൻസ് മുഹമ്മദ് മരിച്ചു. ഇനി രണ്ടാമത്തെ മകനാണെങ്കിലോ ഡൽഹിയോടല്ല താല്പര്യം ഉണ്ടായിരുന്നത്. ബുഖ്രാൻ ഖാൻ രണ്ടാമത്തെ മകനാണ്. അദ്ദേഹത്തിന് ബംഗാളും ബീഹാറും ഭരിക്കാനാണ് താല്പര്യം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി വേണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള മകളുടെ മകനായിട്ടുള്ള ഖായി ബാദ് അദ്ദേഹം ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. ഇനി തുർക്കി രാജാക്കന്മാർ മാത്രം ഇങ്ങനെ ഡൽഹി സുൽത്താനായിട്ട് ഭരിക്കുന്നതിൽ ഖൽജികൾക്ക് വളരെയധികം എതിർപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഖൽജി വംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള അലാവുദ്ദീൻ ഖൽജി ആദ്യമായിട്ട്, അവരൊക്കെ പ്രഭുക്കം അടിമകളായിരുന്നല്ലോ, അവരൊക്കെ അടിമ രാജവംശത്തിൻ്റെയാണല്ലോ, അടിമകളായിട്ട് ജീവിതം തുടങ്ങി പിന്നീട് ഇങ്ങനെ പടിപടി ഉയർന്നു വരുന്നവരാണ് അവർ. അങ്ങനെ ജലാലുദ്ദീൻ ഖൽജി അധികാരത്തിൽ വരികയാണ്. വെറും 6 വർഷം മാത്രമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഭരണാധികാരിയായിട്ട് അലാവുദ്ദീൻ ഖൽജി വരികയാണ്. അദ്ദേഹത്തിന് അനന്തിരവനും ജാമാതാവുമായിട്ടുള്ള അലാവുദ്ദീൻ ഖൽജി അദ്ദേഹത്തിനെ ചതിച്ചു കൊന്നിട്ട് അധികാരത്തിൽ വരികയാണ്. ഇതാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മുഗളന്മാരുടെ കാര്യം പറയാനാണെങ്കിൽ, മുഗൾ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ അക്ബറായിരുന്നു. അവരുടെ ഭരണം ഇന്ത്യനും ഇന്ത്യേതരവുമായ ഘട്ടങ്ങളുടെ ഒരു മിശ്രണമാണ്. അങ്ങനെയാണ് ഇത് പലരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചട്ടക്കൂടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥ, അതാണ് മുഗൾ ഭരണം. മുഗളുടെ ഭരണം മതാധിഷ്ഠിത ഭരണമായിരുന്നു, അങ്ങനെയും ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മുഗൾ ഭരണം സ്വേച്ഛാധിപത്യമായിരുന്നുവെന്നും ഏകാധിപത്യമായിരുന്നുവെന്നും മതാധിഷ്ഠിതമായിരുന്നുവെന്നും വേറെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മുഗളരുടേത് ഒരു പുരുഷാധിപത്യ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്വ സാമ്രാജ്യമായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി മുഗൾ പ്രഭുവർഗത്തിൻ്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മുഗൾ പ്രഭുവർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും മുഗൾ ഭരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവ് അവർ ഒരു ഇസ്ലാം മത വിശ്വാസികളായിരുന്നെങ്കിൽ കൂടി അവരുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ ആരാണ് എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചിരുന്നു. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇൽത്തുമിഷിൻ്റെ കാലം തൊട്ട് ഇന്ത്യ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിനാൽ പല ജോലികളിൽ ഏർപ്പെടുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി. പല നിലയിൽ അവർ മുഗൾ ഭരണവർഗത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു. അപ്പോൾ ആദ്യം അവർ വന്ന് കയറുന്ന പദവി എന്ന് പറയുന്നത് മാൻസബ്ദാറാണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. മാൻസബ്ദാർ എന്ന് പറയുന്ന ഒരു ചെറിയ റാങ്കോട് കൂടി അവർ കയറുകയാണ്. പിന്നെ പടിപടിയായിട്ട് ഉയർന്ന് അവർ
മെയിൻ ഭരണത്തിലേക്ക് കടന്നുകൂടുകയാണ്. മാൻസബ്ദാരുമാരിൽ നിന്നാണ് പ്രഭുക്കന്മാർക്ക് വരുമാനം ലഭിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോഴും രജപുത്രന്മാരുടെയും മറ്റ് ഹിന്ദു പ്രഭുക്കന്മാരുടെയും സാമ്പത്തിക സ്ഥിതി മുഗൾ പ്രഭുക്കന്മാരെക്കാളും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ രാജാ ജയ്സിംഗ് അത് ഉയർന്ന പദവിയുള്ള ഒരു ആളായിരുന്നു. മാൻസബ്ദാർ ആയതിനു ശേഷം അംബർ തൻ്റെ കൈവശം വന്ന ഭൂമി നിലനിർത്തി. അപ്പോൾ അത് ഒരു പദവിയുള്ള ഒരാളാണ്. രാജ മാൻസിംഗ് ജയ്പൂർ അതൊക്കെ എന്താണ് കുറച്ചും കൂടി പദവിയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതാണ് പ്രഭുവർഗത്തിൻ്റെ കാര്യം. പറയുമ്പോൾ എന്താണ്, എല്ലാ മതത്തിൽപ്പെട്ടവരും ആ പ്രഭുവർഗത്തിലുണ്ടായിരുന്നു. ഈ പ്രഭുവർഗം എന്ന് പറയുന്നത് എന്താണ്, ഭരണത്തിൽ രാജാവിനെ സഹായിക്കാനുള്ള മന്ത്രിമാരിൽ പെടുന്നവരാണ്. അപ്പോൾ ആദ്യം ഇവർ മാൻസബ്ദാർ എന്ന് പറയുന്ന ഒരു ചെറിയ റാങ്കോട് കൂടിയിട്ടാണ് വന്ന് കയറുന്നത്. പടിയായിട്ട് അവർ ഉയർന്ന് പല രീതിയിലേക്ക് പോവുകയാണ്. അതിൽ രജപുത്രന്മാർക്കും മറ്റ് ഹിന്ദു പ്രഭുക്കന്മാർക്കും ഇത്തിരി സാമ്പത്തിക സ്ഥിതി കൂടിയവരാണ്. ഇനി തുഗ്ലക്കിൻ്റെ കാര്യം അല്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പം അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും വില പോയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. 1296 മുതൽ 1335 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നമ്മളതൊക്കെ വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. ആ സമയം കേന്ദ്രവൽക്കരണത്തിൻ്റെയും സാമ്രാജ്യ വ്യാപനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. അതായത് അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു പറയണത്. കൊണ്ടുവരുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് മുഴുവൻ ജനങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കാണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കത് താല്പര്യപ്പെടാണ്ട് അത്തരം പരിഷ്കാരങ്ങൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ്. 1398 തിമൂറിൻ്റെ ആക്രമണമാണ് സുൽത്താനേറ്റ് പതനത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം, അല്ലെങ്കിൽ തുഗ്ലക്ക് സാമ്രാജ്യത്തിന് ശേഷം പിന്നീട് സയ്യിദുകളും ലോധികളും വന്നു. സയ്യിദുകൾ 1414 മുതൽ 1451 വരെ ഭരിച്ചു. പിന്നീട് 1526 വരെ ലോധി ഭരിച്ചു. ലോധി രാജവംശം കൂടെ ഭരിച്ച് അതവിടെ അവസാനിച്ചു. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം നല്ലൊരു ഭരണം അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ബിൻ തുഗ്ലക്കാണെങ്കിലോ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കൂടി അതൊന്നും ഫലം കാണാതെ പോവുകയും ചെയ്തു. ഇനി നോക്കാനുള്ളത് മധ്യകാല ഇന്ത്യയിലെ നാണയ വ്യവസ്ഥയെക്കുറിച്ചാണ്. നാണയവ്യവസ്ഥ എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ കാലം തൊട്ട് തന്നെ തങ്ക സിൽവർ നാണയങ്ങളാണ്, അതുപോലെ ജിദാൽ എന്ന് പറയുന്ന കോപ്പർ നാണയങ്ങളും ഉപയോഗിച്ചിരുന്നു. അപ്പം 48 അല്ലെങ്കിൽ 50 ജിദാൽ കോപ്പർ നാണയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തങ്കയ്ക്ക് ഒരു സിൽവർ നാണയത്തിന് തുല്യമായി എന്നാണ് പറയണത്. സ്വർണ്ണ നാണയങ്ങൾ സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഷേർഷാ സൂരി 2 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയുള്ള നാണയങ്ങൾ സ്ഥാപിച്ചു. അക്ബർ പോലുള്ള മുഗൾ ഭരണാധികാരികൾ സ്വർണ്ണ നാണയങ്ങൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ കമ്പോളങ്ങൾ അല്ലെങ്കിൽ കച്ചവടത്തിനൊന്നും അവരിങ്ങനെ ഉപയോഗിച്ച് സാധാരണയായിട്ട് മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നോക്കാനുള്ളത്. പിന്നെ നമ്മൾ മുന്നേ പഠിച്ച കോമൺ ചാപ്റ്റേഴ്സിൽ സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ പ്രവിശ്യ ഭരണം, അതുപോലെ മുഗൾ ഭരണത്തിൻ്റെ പ്രവിശ്യ ഭരണം, എങ്ങനെയാണ് രാജാവ്, ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പഠിച്ചിട്ടില്ലേ, സഭ, നമ്മൾ മുന്നേ ഓർമ്മയുണ്ടാ അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നുള്ളതില്ലേ. ആ ഭരണ സംവിധാനം ഓരോരുത്തരുടെയും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വയ്ക്കുക. അതിൽ മെയിനായിട്ട് മുഗൾ ഭരണം സുൽത്താനേറ്റിൽ ഓരോരുത്തരും പറയുന്നുണ്ട്. ആ സുൽത്താനേറ്റിലെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതേപോലെ സുൽത്താനേറ്റ് അതുപോലെ മുഗളും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ, പ്രവിശ്യ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ഒരു നല്ല രസമുള്ള പേരുകളൊക്കെ ആയിട്ടുള്ളത്. അപ്പം അതും ഒന്ന് നോക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.